അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മസ്ജിദുൻ നബവി സ്ഥാപിച്ചപ്പോൾ മസ്ജിദുൽ അഖ്സ കിബിലയാക്കിയാണ് നിർമ്മിച്ചത്. ജൂതന്മാർക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ടു. പല കാര്യങ്ങളിലും അവർക്ക് എതിർപ്പുണ്ടായിരുന്നു. ഇസ്ലാമിൻ്റെ വളർച്ച അവർ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും കിബിലയുടെ കാര്യത്തിൽ സന്തോഷമായി. മക്കയിലെ കഅബ ഷരീഫ് കിബിലയായി കിട്ടിയാൽ കൊള്ളാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗ്രഹം. മദീനയിൽ 16 മാസത്തോളം മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞു നിന്നാണ് നിസ്കരിച്ചത്. ഹിജ്റയുടെ 2-ാം വർഷം കിബില മാറ്റിക്കൊണ്ട് വഹി ഇറങ്ങി. മക്കയിലെ കഅബയ്ക്ക് നേരെ തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുക. ഈ കൽപ്പന ജൂതന്മാരെ വല്ലാതെ ചൊടിപ്പിച്ചു. അവരുടെ ശത്രുത വർദ്ധിച്ചു. റമളാനിലെ നോമ്പ് നിർബന്ധമാക്കിയതും ഇതേ വർഷത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ മാസത്തിലും 3 നോമ്പ് നോൽക്കുമായിരുന്നു. ഇപ്പോൾ ഒരു മാസത്തെ നോമ്പ് നിർബന്ധമായി. പണക്കാരനും ദരിദ്രനുമൊക്കെ നോമ്പെടുക്കണം. നോമ്പിനെ നിഷ്ഫലമാക്കുന്ന കാര്യങ്ങൾ സൂക്ഷിക്കണം. വിശപ്പിൻ്റെ കാഠിന്യം അറിയാൻ നോമ്പ് മനുഷ്യനെ സഹായിക്കുന്നു. അന്നപാനീയങ്ങളും ദുഷ്പ്രവർത്തികളുമില്ലാതെ നോമ്പെടുക്കാൻ മുസ്ലിങ്ങൾ സന്നദ്ധരായി. ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കിയതും ഈ വർഷം തന്നെയാണ്. നോമ്പിൻ്റെ പര്യവസാനം കുറിച്ചുകൊണ്ട് പെരുന്നാൾ വരുന്നു. അന്ന് ആരും പട്ടിണി കിടക്കാൻ പാടില്ല. അതിനുവേണ്ടി ആഹാരം ദാനം ചെയ്യണം. ഓരോ വ്യക്തിക്ക് വേണ്ടിയും ഓരോ ധാന്യം ഫിത്ർ സക്കാത്തായി നിശ്ചയിക്കപ്പെട്ടു. ഓരോ പ്രദേശത്തും മുഖ്യഭക്ഷണമായി ഉപയോഗിക്കുന്ന ഭക്ഷ്യദാനമാണ് സക്കാത്തായി കൊടുക്കേണ്ടത്. ഇതേ വർഷം തന്നെ ധനത്തിൻ്റെ സക്കാത്ത് നിർബന്ധമായി. അറബിക്കടയിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട കാര്യമാണ് സക്കാത്ത്. മൃഗങ്ങൾക്ക് സക്കാത്തുണ്ട്. കാർഷിക വിളകൾക്കും കച്ചവടച്ചരക്കുകൾക്കും സ്വർണത്തിനും വെള്ളിക്കുമുണ്ട് സക്കാത്ത്. സമ്പന്നൻ്റെ സ്വത്തിൽ പാവങ്ങൾക്കുള്ള അവകാശമാണ് സക്കാത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു. സക്കാത്തിൻ്റെ അവകാശികളെ ഖുർആൻ എണ്ണി പറഞ്ഞിട്ടുണ്ട്. സക്കാത്തും ഫിത്ർ സക്കാത്തും റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട അതേ വർഷം തന്നെ 2 പെരുന്നാളുകളും ആഘോഷ ദിവസങ്ങളായി നിശ്ചയിക്കപ്പെട്ടു. ഈദുൽ ഫിത്ർ, ഈദുൽ അദ്ഹ. റമദാൻ മാസത്തിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഈദുൽ ഫിത്ർ കടന്നു വരുന്നു. എല്ലാവരും അന്ന് പുതുവസ്ത്രങ്ങൾ ധരിച്ചു സുഗന്ധദ്രവ്യങ്ങൾ പൂശി വയറു നിറയെ ആഹാരം കഴിച്ച് പെരുന്നാൾ ആഘോഷിക്കുന്നു. പെരുന്നാൾ നിസ്കാരവും ഖുതുബയും സുന്നത്താക്കി. ദാനധർമ്മങ്ങളും ആരാധനാക്രമങ്ങളും കൂടുതൽ ചെയ്യേണ്ട ദിനങ്ങൾ. ആരാധന കൊണ്ടുള്ള ആഘോഷങ്ങൾ.